السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഉള്ളത്. അതിൽ തന്നെയും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന, പ്രവാചകനെ കുറിച്ച് ധാരാളമായി സ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി പല രീതിയിലുള്ള ആഘോഷങ്ങൾ പ്രവാചകനെ സ്മരിച്ചുകൊണ്ടും തക്ബീർ മുഴക്കിക്കൊണ്ടും മറ്റു അലങ്കാരങ്ങൾ കൊണ്ടും ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും പാനീയങ്ങൾ നൽകിക്കൊണ്ടൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലമാണിത്. ഈ അവസരത്തിൽ നബിദിനാഘോഷത്തെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് പരിശോധിക്കൽ, അത് പഠിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യവുമാണ്. രണ്ടു തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നബിദിനം ആഘോഷിക്കുക എന്നത് അത് പൂർവ മാതൃകയില്ലാത്ത ഒന്നാണെന്നും അത് ബിദ്അത്താണ് എന്ന് പറയുന്നവരുണ്ട്. അതേ അവസരത്തിൽ തന്നെ അത് അങ്ങനെ ആഘോഷിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അത് നബി സ്നേഹത്തിന്റെ പ്രകടമായ രൂപമാണ് എന്ന് പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പൊ ഈ വിഷയം പരിശോധിക്കലാണ് ഈ ഒരു മജ്ലിസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പ് ഉസ്താദ് അൽ ഹാഫിസ് അബ്ദുൽ ഖയ്യൂം നജ്മി ഉണ്ട്, അതേപോലെ ഇമ്രാൻ മൗലവിയും നമ്മോടൊപ്പം ഉണ്ട്. വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇരുവരും സംസാരിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഉസ്താദ് അബ്ദുൽ ഖയ്യൂം നജ്മിയോട് നബിദിനാഘോഷത്തിന്റെ ശർഈയായ വശം, അതിന്റെ തെളിവുകൾ ഒക്കെ നമുക്ക് ചോദിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ കാതലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾപ്പെട്ട ഒരാളും തങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും ഞാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിത്തീരുന്നതുവരെ നിങ്ങൾപ്പെട്ട ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. എത്രത്തോളം നബിതങ്ങളെ സ്നേഹിക്കണമെന്നതാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. ഇതൊരു സന്ദർഭത്തിൽ മാത്രം സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുമോ? എല്ലാ വർഷം റബീഉൽ 12 വിപുലമായ രീതിയിൽ മൗലിദുൻ നബി ആഘോഷിച്ചത് കൊണ്ട് നമുക്ക് പ്രവാചകനോടുള്ള സ്നേഹം കരസ്ഥമാക്കാൻ സാധിക്കുമോ? എല്ലാ മാസവും റബീഉൽ 12 വിപുലമായ രീതിയിൽ റാലി നടത്തിയത് കൊണ്ടോ റോഡുകളും പള്ളികളും ചമയിച്ചത് കൊണ്ടോ നമുക്ക് ആ സ്നേഹം കരസ്ഥമാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. യഥാർത്ഥമായ സ്നേഹം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിലൂടെ മാത്രമേ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നബിദിനം ആഘോഷിക്കാമെന്ന് വാദിക്കുന്നവർ ഉന്നയിക്കുന്ന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് അവർ ഉന്നയിക്കുന്നത്
സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനമാണ്. 58-ാമത്തെ വചനം മനസ്സിലാകണമെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ 57-ാമത്തെ വചനവും മനസ്സിലാകണം. എന്താണ് 58-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ നബിയെ, തങ്ങൾ പറയുക, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടുമാണത് കരസ്ഥമായത്. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകനാണെന്നാണ് അവർ വാദിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും പ്രവാചകന്റെ വരവിലും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. പ്രവാചകന്റെ വരവിൽ ആരാണ് സന്തോഷിക്കാത്തത്? സ്വഹാബാക്കൾ സന്തോഷിക്കുകയില്ലേ? സന്തോഷിച്ചിട്ടില്ലേ? സ്വഹാബാക്കൾക്ക് ഈ ആയത്തിന്റെ അർത്ഥം തിരിയാത്തതാണോ? ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ വരവിൽ സന്തോഷിച്ചത് സ്വഹാബാക്കളല്ലേ? സ്വഹാബാക്കൾ ആരും ഈ അഭിപ്രായം പറഞ്ഞോ? പ്രഗത്ഭരായ മുഫസ്സിറുകൾ എന്താണ് ഈ പദത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്? സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതേപോലെ താബിഈകളായ മറ്റ് മുഫസ്സിറുകൾ എന്താണ് ഈ പദത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത്? മഹാനായ ഇബ്നു ജരീർ അത്വബരിയും അതേപോലെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവരുകളും ഈ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈമാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും ഈമാൻ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. അതേപോലെ രണ്ടാമതായി ഇവർ ഉന്നയിക്കുന്ന ഒരു തെളിവാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിൽ ഈസാ നബിയുടെയും യഹ്യാ നബിയുടെയും ജനനവുമായി ബന്ധപ്പെട്ട് അവരെ ആദരിച്ചു പറഞ്ഞു, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂത്ത് വയൗമ യുബ്അസു ഹയ്യ. വേറൊരു സ്ഥലത്ത് വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ. അവരുടെ മേൽ സലാം, സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ഇതവരെ പ്രശംസിക്കലല്ലേ? അവരെ ആദരിക്കലല്ലേ? ഇതാര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അവരുടെ മൗലിദ് ആഘോഷിക്കാൻ വേണ്ടി പറയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞോ? എന്താണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം? അവരുടെ ജനനവുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ വിവരിക്കാനാണ് അപ്രകാരം ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതേപോലെ അവർ ഉന്നയിക്കുന്ന വേറൊരു തെളിവാണ്
ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഖിയാസ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, സ്വന്തം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നബിദിനാഘോഷം കൊണ്ടാടാം, ആഘോഷിക്കാം. ഇതെങ്ങനെയാണ് ഇതിൽ തെളിവ് വരുന്നത്? ഖിയാസ് അംഗീകരിച്ചാൽ തന്നെ അവിടെ നോമ്പല്ലേ സ്ഥിരപ്പെടുന്നത്. ജൂതന്മാരെക്കാളും നിന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണെന്ന് പറഞ്ഞ് നബിതങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും സ്വഹാബാക്കളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഖിയാസ് കൊണ്ട് നോമ്പാണ് സ്ഥിരപ്പെടുന്നത്, അതല്ലാതെ ആഘോഷമല്ല. ചുരുക്കം പറഞ്ഞാൽ നബിതങ്ങളോ അവിടുത്തെ സ്വഹാബത്തോ താബിഈകളോ പ്രഗത്ഭരായ ശ്രേഷ്ഠരായ മദ്ഹബിലെ 4 ഇമാമിങ്ങളോ ആരും നബിദിനം ആഘോഷിച്ചിട്ടില്ല. അവരാരും ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ഈ വിഷയത്തിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് തന്നെയാണ്. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും നാം പ്രവാചകനെ സ്നേഹിക്കുന്നവരാകണം. ആ സ്നേഹം എങ്ങനെയാണ് കരസ്ഥമാകുന്നത്? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നുവോ അവർ എന്നെ സ്നേഹിച്ചവനായി. ആര് എന്നെ സ്നേഹിക്കുന്നുവോ അവർ എന്നോടൊപ്പം നാളെ പരലോകത്തിൽ സ്വർഗത്തിലുണ്ടായിരിക്കുമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബിതങ്ങളെ സ്നേഹിക്കേണ്ടത് നബിതങ്ങളുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ്, അതല്ലാതെ ആഘോഷം നടത്തിയത് കൊണ്ടല്ല. യഥാർത്ഥമായ രീതിയിൽ പ്രവാചകരെ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും നാളെ പരലോകത്തിൽ അവരോടൊപ്പം ആകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തെ സമഗ്രമായി അവതരിപ്പിച്ച ഉസ്താദ് അബ്ദുൽ ഖയ്യൂം നജീമിക്ക് നന്ദിയും പ്രാർത്ഥനകളും അറിയിക്കാൻ നമ്മുടെ മുമ്പിൽ ഇമ്രാൻ മൗലവിയും ഉണ്ട്. നമുക്ക് ഇമ്രാൻ മൗലവിയോട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നബിദിനാഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു മദ്രസയിലും നമ്മുടെ തെരുവുകളിലും നടക്കുന്ന പരിപാടികൾ, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് പരിശുദ്ധമായ ഒരു മാസത്തിലൂടെയാണ് അല്ലെങ്കിൽ പരിശുദ്ധമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാമോ അല്ലെങ്കിൽ ഇതേപോലുള്ള ചർച്ചകൾ ദീനിന്റെ ശാഖാപരമായ ചർച്ചകളിൽപ്പെട്ട ഒരു ചർച്ചയാണ്. ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പൊതുവെ നബിദിനം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷത്തിലും റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നതാണ്. ഇതിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടരുണ്ടാകും, ഇതിനെ പ്രതികൂലിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ടാകും. ഇവർക്കിടയിലുള്ള തർക്കങ്ങളും ഇത് വളരെ ഒരിക്കലും ദീനിലൊരിക്കലും നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അതിക്രമിച്ചു പോകുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഈ റബീഉൽ അവ്വൽ അത് തന്നെയാണ് അവസ്ഥ. ഒരു വിഭാഗം ഇതിനെ വിദഅത്താക്കി. അപ്പം വിദഅത്ത് എന്ന് പറയുന്നത് മാത്രമല്ല, മറിച്ച് അതിന്റെ ഒരു പരിധിയും വിട്ട് ഒരു പോവാണ്. മറ്റൊരു കൂട്ടര് ഇത് സുന്നത്താണ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുള്ളതാണെന്നൊക്കെ പറയുന്നതക്ക രീതിയിൽ അവരതിന്റെ പരിധി വിട്ടുപോവാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇതിനെ അനുകൂലിക്കുന്നവർ പൊതുവെ പറയുന്നത് എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ദീനിൽ എപ്പോഴും നമ്മുടെ ഓരോ പെരുന്നാളുകൾ വരും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ദീനിപര അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈമാനൊക്കെ ഒന്ന് പുതുക്കാനുള്ള ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ഈ ദീനിൽ കടന്നു വരാറുണ്ട്. അപ്പൊ അതേപോലെ ഒരു സന്ദർഭമായിട്ടാണ് ഇവർ ഇതിനെ അനുകൂലിക്കുന്നവരിനെ കാണുന്നതും. അതിനെ പല പുസ്തകങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദലീലുകളും പറയാറുണ്ട്. പക്ഷെ അതൊന്നും പുസ്തകങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാനും പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇതിന് ഷിയാക്കളാണ് ഇത് തുടങ്ങിയെന്ന് പറയുന്നവരുണ്ട്. ഷിയാക്കള്, ഫാത്തിമിയാക്കള് എന്ന ഭരണാധികാരികൾ അവരുടെ കാലത്താണ് ഇത് ആരംഭിച്ചതെന്നും പിന്നീട് അതിന് ശേഷം വന്ന ഭരണാധികാരികൾ, അതായത് അഞ്ചുസുന്നയിൽപ്പെട്ട ഭരണാധികാരികൾ അതിനെ ഇല്ലാതാക്കിയെന്നും ശേഷം മുഗഫർ രാജാവാണ് ഇതിനെ വീണ്ടും കൊണ്ടുവന്നതെന്നും പിന്നീട് അത് വളരെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോയെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അന്ന് ഈ മുഗഫർ രാജാവിന് ഈ സംഭവം കൊണ്ടുവന്നപ്പം, അതായത് ഈ നബിദിന ആഘോഷം അദ്ദേഹം കൊണ്ടുവന്ന സമയത്ത് ഇതിനെ അനുകൂലിച്ച ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് തന്നെ എതിർത്ത ഇമാമികളും ഉണ്ടായിട്ടുണ്ട്. ഇമാം ഫാഖിഹാനിയെ പോലുള്ള മാലിക്കി പണ്ഡിതനാണ്, അദ്ദേഹത്തെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അതേപോലെ ഇതിനെ അനുകൂലിച്ച ഇമാമികളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം സുയൂത്തിയെ പോലുള്ള ഇമാം ഖസ്തലാനി, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ അനുകൂലിച്ചവരുണ്ട്. അപ്പൊ ഇവര് എന്തുകൊണ്ട് ഇത് അനുകൂലിച്ചു എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉലമാക്കൾ പറയുന്നത്, അതില് ഇമാം സുയൂത്തിയൊക്കെ അതിനെ അനുകൂലി ഒരു കാരണം പറയുന്നത് അതില് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്നുണ്ട്, അതിന് ഒരുപാട് നിബന്ധനകളൊക്കെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി വെക്കുന്നുണ്ട്. ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ബിദ്അത്തെ ഹസനയാകും, നമുക്ക് ദീനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാകുമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതല്ലാത്ത മറ്റ് ഹറാമായ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഇന്നത്തെ ഈ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരിക്കലും ഇമാമിങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു ബൗണ്ടറിയിലല്ല ഇന്ന് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. പലപ്പോഴും പ്രായപൂർത്തിയായ സ്ത്രീകളെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ സ്ത്രീകൾ പ്രായപൂർത്തിയാകും. അങ്ങനെയുള്ള കുട്ടികളെ തെരുവിൽ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റെല്ലാ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വഴി നിർത്തി വെച്ച് എന്തെങ്കിലും കൊടുത്ത് വാങ്ങിച്ചില്ലെങ്കിൽ
അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ വേറെ വരാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നോർത്ത് ഭാഗത്ത് നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. അത്രത്തോളം അത് അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞി യേശു എന്നൊക്കെ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രൂപം ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലുള്ള അനാചാരങ്ങൾ കൊടികുത്തിയ വാഴാണ്. ഇങ്ങനൊരു സാഹചര്യത്തെ സന്ദർഭത്തിൽ ഇത് പരിപൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് മാറി നിൽക്കുക, അല്ലെങ്കിൽ പരിപൂർണ്ണയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഉലമാക്കളും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരിക്കലും ദീനിലൊരു കാര്യം എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും അതൊരു ഇബാദത്താണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടതാണ്. അത് സമൂഹത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ കാണുന്നതല്ല. പണ്ഡിതന്മാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങളെ വളരെ ഭംഗി നിയന്ത്രിച്ചു പോകുന്ന രംഗങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതൊരിക്കലും ഇന്നത്തെ ഈ അവസ്ഥകൾ, അല്ലെങ്കിൽ ഇന്ന് മ്യൂസിക്കുകൾ പലയിടത്തും ഡാൻസുകൾ, മ്യൂസിക്കുകൾ, അതുമാത്രം ഈ 12 ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ വരെ പള്ളിയിലൊക്കെ മൗലൂദുകൾ ഉണ്ടായിരുന്നു. അതൊന്നും തെറ്റല്ല, മറിച്ച് പക്ഷെ 12 ദിവസത്തോടെ എന്ത് ചെയ്ത് ആ മൗലീദ് അവസാനിച്ചു. ബാക്കിയുള്ള കിതാബുകൾ കെട്ടിപ്പൂട്ടി എന്ത് ചെയ്തു, എല്ലാവരും പോയി എന്നാണ്. ഇന്നത്തെ പള്ളിയിൽ പോലും നമ്മൾ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇന്നലെ 2-3 ദിവസങ്ങളെ 3-4 സഫ് ഉണ്ടായ പള്ളികളിൽ പോലും ഇപ്പോൾ വ്യത്യസ്ത ആൾക്കാരുള്ളൂ. അപ്പൊ ഒരവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ സാഹചര്യ സന്ദർഭത്തിൽ ഒരിക്കലും ഹനഫി പണ്ഡിതർക്ക് കൂടുതലും പറയുന്നത് ഈ അഭിപ്രായം തന്നെയാണ്. അതായത് ഇന്ന് നമ്മൾ ശ്രദ്ധിതരായി, അതായത് പ്രശ്നങ്ങൾ വരുമ്പം ഇത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇതുവരെ എത്തി ഇനി ഈ ഒരു പഴുത് തന്നെ അടയ്ക്കാൻ വേണ്ടി ഉലമാക്കൾ കാണുന്ന, അല്ലെങ്കിൽ ശരീരത്തിലുള്ളതിനൊരു നിയമമാണ് നമ്മൾ അതിന്റെ എല്ലാ പഴുതും അടയ്ക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ ഏറ്റവും ഉചിതമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനോഹരമായ 2 അവതരങ്ങളും പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഇരുത്തം ഇവിടെ അവസാനിക്കാൻ പോവാണ്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, പ്രവാചകനെ സ്നേഹിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനായിരിക്കണം ഏറ്റവും നന്നായി പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന ആഗ്രഹമായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടത്. അതേ സന്ദർഭത്തിൽ തന്നെ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, പ്രവാചകൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടാവുമോ എന്നതാണ്. ലൈസൽ അഹമ്മു അൻ തുഹിബ് വലാകിന്നൽ അഹം അൻ തുഹബ് എന്ന അറബിയിലൊരു കവിതയുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. റസൂൽ നമ്മെ സ്നേഹിക്കുന്നുണ്ടാവോ? റസൂൽ നമ്മെ സ്നേഹിക്കാൻ മാത്രമുള്ള കർമ്മങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയുന്നു. പ്രവാചകരെ, ഇന്ന് താങ്കൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ കൂടെ താങ്കളുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ താങ്കൾ എപ്പോഴും കാണാം, താങ്കളോട് സംസാരിക്കാം, താങ്കളോട് സഹവസിക്കാം. പക്ഷെ നാളെ താങ്കൾ സ്വർഗത്തിൽ ഉന്നതമായ വിധാനത്തായിരിക്കും, ഞങ്ങൾ ആ സ്വർഗത്തിൽ അത്ര വലിയ പൊസിഷനിലായിരിക്കില്ല ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹു ഇടപെടുകയാണ്. അവിടെ മറുപടി പറയുന്നത് പ്രവാചകനല്ല, മറിച്ച് അവിടെ അള്ളാഹു ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഇത് അള്ളാഹു പറയാണ്. എന്ന് പറഞ്ഞാൽ സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ പരാതി, പ്രവാചകനെ ഇന്ന് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, പ്രവാചകന്റെ സഹവാസമുണ്ട്, പക്ഷെ സ്വർഗത്തിൽ ആ പ്രവാചകനെ നമുക്ക് നമ്മുടെ അടുത്ത് കിട്ടുമോ എന്നതാണ്. അന്ന് അവിടെ പറയുന്നത് ആരെങ്കിലും പ്രവാചകനെ സ്നേഹിച്ചോ എന്നുള്ളതല്ല, ഇല്ല പ്രവാചകൻ അനുസരിച്ചാൽ, റസൂൽ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചാൽ അവർ ആരോടൊപ്പമാണ്? അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്. മിനൻ നബിയ്യീൻ, അമ്പിയാക്കൾപ്പെട്ട, സിദ്ദീഖീങ്ങളും ശുഹദാക്കളും പെട്ട, സാലിഹീങ്ങളും പെട്ടവരോടൊപ്പമായിരിക്കും അവർ സ്വർഗത്തിൽ ഉണ്ടാവുക.
വഹസുന ഉലൈക റഫീഖ, അത് എത്ര നല്ല കൂട്ടുകെട്ടാണ് എന്ന് പഠിച്ചോ പറയാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മാതൃക, അതിന്റെ ഒരു പ്രകടന രീതി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ അനുസരിക്കലാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന പോലെ തന്നെ അൽ ഈമാനു ബിർ റസൂൽ, റസൂലിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ മക്കയിൽ ഉണ്ടായിരുന്നു എന്ന വിശ്വാസമല്ല, റസൂൽ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. നിങ്ങൾ സമ്പത്ത് ദാനം ചെയ്താൽ സമ്പത്ത് കുറയുകയില്ല, കൂടുകയാണ് എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കും, കൊടുത്താൽ കുറയല്ലേ ചെയ്യുക, കൊടുത്താൽ എങ്ങനെയാ കൂടുക? പക്ഷെ റസൂൽ പറയും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറയല്ല ചെയ്യുക, അത് കൂടുക ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസമാണ് ഈമാൻ ബിർ റസൂൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ റസൂൽ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട്, സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്, അങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് വിരുദ്ധമായ ലോജിക്കിന് അപ്പുറത്തുള്ള കാര്യം പറയുമ്പോ അവിടെ ബുദ്ധിയെ മാനദണ്ഡമാക്കാതെ റസൂലിനോട് അനുസരണം മാത്രം, നിരുപാധികം അനുസരണം മാത്രം ഉണ്ടാകലാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് നമുക്ക് ഖുർആനും സുന്നത്തും പല സന്ദർഭങ്ങളിലായി അടിക്കെട്ടുറപ്പിച്ച് പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോ നമ്മുടെ സമൂഹത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ തീവ്രമായ കാഫിറാക്കല്, വിദഅകൾ എന്ന ചാപ്പടിക്കല്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റസൂലിനെ സ്നേഹിക്കാനും റസൂലിനെ അനുധാവനം ചെയ്യാനും റസൂലിനെ കുറിച്ചുള്ള ഓർമ്മകൾ സമൂഹത്തിൽ ഉണ്ടാവാനുമുള്ള ക്രിയാത്മകമായ പരിപാടികൾ ഈ ഒരു സദസ്സ് തന്നെ ഒരു ഉദാഹരണമാണ്. ഇതേപോലെയുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുക, റസൂലിനെ കുറിച്ചുള്ള ഓർമ്മകൾ സമൂഹത്ത് ഇതൊന്നും ബാക്കിയാകുന്ന പോലെ നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുക, ഇതൊക്കെയാണ് നമുക്ക് വിശ്വാസം എന്ന നിലയ്ക്ക് ആദ്യമായി ചെയ്യാനുള്ള കാര്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പ്രവാചകനെ ശരിയായ വണ്ണം സ്നേഹിക്കാനും പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്നും തെറ്റാതെ പൂർണ്ണമായി അനുസരിക്കാനും അവസാനം പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കഴിയുവാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സിനെ, ഈ ഒരു പരിപാടി അള്ളാഹു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാസുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.